ഗഡിയോളെ അപ്പം നമ്മളൊരു മെഡിക്കലിൻ്റെ വീഡിയോ കണ്ട് ചെയ്യണം കേട്ടോ. റൂമിലെടുക്കുന്ന സമയത്ത് ക്യാമ്പ് ഓഫീസ് വന്നിട്ട് പറഞ്ഞു എല്ലാവരും ഹാളിലേക്ക് പോയോ, അവിടെ മെഡിക്കൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഹാളിലേക്ക് ചെന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. എല്ലാവർക്കും അന്ന് തന്നെ മെഡിക്കൽ, സ്റ്റാഫുകൾക്ക് മാത്രമുള്ളതെന്നാണ് വിചാരിച്ച്, അല്ല ലേബേഴ്സിന് അന്ന് തന്നെയായിരുന്നു. ലേബേഴ്സ് എണ്ണത്തിൽ കൂടുതലായ കാരണം കൊണ്ട് തന്നെ ആദ്യം സ്റ്റാഫിൻ്റെ എടുക്കാമെന്ന് പറഞ്ഞു. ശരി, സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആദ്യം വാങ്ങിയിട്ട് നമ്മളതിനെ ആദ്യമായിട്ട് ഒരു വരിയിൽ കൊണ്ടുപോയി നിർത്തി. ഫസ്റ്റ് ടൈം തന്നെ എടുക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബ്ലഡാണ് കേട്ടോ. അങ്ങനെ ബ്ലഡിൻ്റെ വരിയിൽ നിന്നു. നമ്മുടെ സമയമായപ്പോൾ നേരെ ആളുടെ അടുത്ത് പോയിരുന്നു. ആൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 2 സിറിഞ്ചിൽ ആൾ ബ്ലഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പഞ്ഞി വെച്ച് തന്നിട്ട് പറഞ്ഞു അടുത്ത ആളുടെ അടുത്ത് വിട്ടോളാൻ പറഞ്ഞു. അടുത്ത ആളുടെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഹൈറ്റും വെയിറ്റും നോക്കലായിരുന്നു കേട്ടോ. നമ്മുടെ ഹൈറ്റ് ഏകദേശം 164 സെൻറ്റിമീറ്റർ ഉണ്ട്, കൂട്ടത്തിൽ വെയിറ്റ് 64 കിലോയുണ്ട്. നാട്ടിൽ നിന്ന് വന്നിട്ട് 1 കിലോ കൂടിയേക്കണമെന്നാണ് പറയണത്. ശരി, അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ അടുത്ത ആളുടെ അടുത്തേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ കാണുന്നത് ചെവിയുടെ പരിശോധന. ഒരു ഹെഡ്സെറ്റ് പോലത്തെ സാധനം തലയിൽ വെച്ചിട്ട് 2 സൈഡിൽ വേറെ ബീപ്പ് സൗണ്ട് കേൾക്കും. അതെവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയുള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞ് നേരെ അടുത്ത ആളുടെ അടുത്തേക്ക് പോയി. അടുത്ത പരിപാടി ആയിരുന്നു ഇത്, വൈറ്റൽ കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നു ചെക്കിങ്. ഇത്തിരി കട്ടി കൂടിയൊരു പണിയായിട്ട് തോന്നിയിട്ടാ. വേറെ ഒന്നുമല്ല, ഇതേപോലെ ഒരു കുഴലിലേക്ക് നമ്മൾ ശക്തിയായിട്ട് ഊതണം. ഒറ്റയടിക്ക് ഊതി നിർത്തരുത്, ഇത്തിരി സമയം എടുത്തിട്ട് വേണം ഊതി നിർത്താനായിട്ട്. അങ്ങനെ ആൾ 2-3 വട്ടം ചെയ്യിപ്പിച്ചു. 1-2 ആളിനെ ഫെയിലാക്കി വിട്ടു, പക്ഷെ അത് വീണ്ടും ഓക്കെ ആക്കി അവസാനം. അത് കഴിഞ്ഞപ്പോൾ കാർഡിയോഗ്രാഫ് കുറേ ജെല്ല അവിടെ ഇവിടെയൊക്കെ തേച്ചിട്ട് കുറേ സാധനങ്ങൾ നെഞ്ചത്തൊക്കെ ഒട്ടിച്ച് വെച്ചു. കുറച്ച് നേരം കിടന്നിട്ട് ആൾ പറഞ്ഞു ഓക്കെ വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കാർഡിയോയുടെ പരിപാടി കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം തീരുമാനമായി. അപ്പോൾ മെഡിക്കൽ കഴിഞ്ഞവരോടൊക്കെ നേരെ റൂമിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പിന്നാലെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റൂമിലേക്ക് പോന്നു. റൂമിലേക്ക് പറഞ്ഞ സമയത്ത് ഈ തിരക്ക് തിന്നിട്ട് തേങ്ങയെന്ന് നോക്കിയപ്പം ലേബേഴ്സിൻ്റെ പരിപാടി. അപ്പോൾ പിന്നെ നമ്മളെ ബാധിക്കുന്നതല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ ഗഡിയോൾ ഇത്രയുള്ള നമ്മുടെ മെഡിക്കലിൻ്റെ വീഡിയോ കേട്ടോ. ഇനി ഒരു മെഡിക്കൽ കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ.